ഹലോ നമസ്കാരം. ഗുഡ് പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പാകം ചെയ്യാൻ പോകുന്നത് വറുത്തരച്ച വരാൽ മുരിങ്ങയ്ക്ക കറിയാണ്. നമ്മുടെ വീടുകളിൽ നമുക്ക് ഈസിയായി എങ്ങനെ അത് പാകം ചെയ്യാമെന്ന് നോക്കാം. വാ. വറുത്തരച്ച വരാൽ മുരിങ്ങയ്ക്ക തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 കിലോ വരാൽ എടുത്തിട്ടുണ്ട്. നമ്മൾ വരാൽ ക്ലീൻ ചെയ്ത് ഏകദേശം 1 ഇഞ്ച് കനത്തിൽ നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മറ്റ് ഇൻഗ്രീഡിയൻസുകൾ തയ്യാറാക്കാം. വറുത്തരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. മുഴുത്ത തേങ്ങയുടെയാണ്. നമുക്കത് വറുത്തെടുക്കാനായിട്ട് നോക്കാം. നമ്മളൊരു കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു 10-12 ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 6 തുടം വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങ ഇനി ചെറു തീയിൽ നമുക്ക് വറുത്തരപ്പിന് വേണ്ടിയിട്ട് പാകത്തിന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വീടുകളിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ അല്പം പെരിഞ്ജീരകം ചേർക്കാം, അല്ലെങ്കിൽ ഒരു കഷ്ണം ഏലക്ക ചേർക്കാം. ഇത് ഒക്കെ ഇങ്ങനെയൊക്കെ ചേർത്ത് കുരുമുളക് ഒക്കെ ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ നമ്മളിവിടെ തേങ്ങയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും വേപ്പിലയും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ തേങ്ങ വറുത്തരച്ച് അല്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്ത് നമ്മൾ അല്പം ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഒന്നും കൂടി ലൈറ്റായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതിൽ വെളിച്ചെണ്ണ ഒട്ടും ചേർത്തിട്ടില്ല. നോൺ സ്റ്റിക്ക് പാനിൽ നമ്മൾ ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അധികം മൂക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വന്നതായിരുന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ മസാലകളെല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വറുത്തരച്ച വരാൽ മുരിങ്ങയ്ക്ക കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് വരാൽ വേവിച്ചെടുക്കാം. അതിലേക്ക് വേണ്ടുന്ന മസാലകളും ചേരുവകളെല്ലാം നമുക്ക് ചേർത്ത് വേവിച്ചെടുക്കാം. 1/2 കിലോ വരാലിന് വേണ്ടിയിട്ട് നമ്മളൊരു 25 ചെറിയുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒപ്പം ഒരു തക്കാളി അല്പം വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, അതോടൊപ്പം ഒരു 10 അല്ലി വെളുത്തുള്ളി ഒന്ന് നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം നമ്മൾ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻ വേവിക്കുന്നതിന് വേണ്ടുന്ന മസാലകൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മുരിങ്ങക്കായും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 4 ചുള കുടംപുളി കൂടി ചേർത്ത് കൊടുക്കാം. അത് ഒഴിച്ച് വെച്ച വെള്ളം കൂടി നമുക്ക് പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ വരാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് വരാലും നമ്മുടെ ഈ മുരിങ്ങക്കോലും ചെറിയുള്ളിയും ഇഞ്ചി എല്ലാ ഐറ്റംസും നമുക്കൊന്ന് തിരുമ്മി നമുക്കൊരു 15 മിനിറ്റ് നമുക്കൊന്ന് വെക്കേണ്ടതുണ്ട്. നമ്മൾ മസാലകളെല്ലാം തിരുമ്മി നമ്മൾ വരാൽ ഒന്ന് സെറ്റാവാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊരു 15 മിനിറ്റ് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം വെള്ളം ചേർത്ത് നമ്മുടെ മീൻ വേവിച്ചെടുക്കാം. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓൺ ചെയ്ത് നമ്മുടെ വരാൽ വേവിച്ചെടുക്കാം. നമ്മുടെ വരാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വേവിൻ്റെ പാകവും കാര്യങ്ങളും പുളിയെല്ലാം നമുക്ക് നോക്കാം.
നമ്മുടെ വരാൽ ഏകദേശം ഒരു 70% വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കിയ തേങ്ങയുടെ വറുത്തരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വറുത്തരപ്പെല്ലാം ചേർത്തു നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി നമ്മുടെ വറുത്തരച്ച വരാൽ മുരിങ്ങക്കറി നമുക്ക് താളിക്കാം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കിയ വറുത്തരച്ച വരാൽ മുരിങ്ങക്കോൽ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്യണം. ഗരം മസാല അല്പം ചേർക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ താളിപ്പുണ്ടാക്കുമ്പോൾ ആ ചെറിയുള്ളിയുടെ കൂടെ നമ്മൾ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഫൈൻ ചോപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കൂടുതലൊരു ഫ്ലേവർ കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങളിത് വീടുകളിൽ പരീക്ഷിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു നാടൻ വിഭവവുമായി വീണ്ടും കാണാം. ബൈ.